ലോകത്തെ അമ്പരപ്പിച്ച് വീണ്ടും റഷ്യ. ആണവ പോർമുനയുള്ള അണ്ടർ വാട്ടർ ഡ്രോൺ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് റഷ്യ. ഗ്രീക്ക് കഥകളിലെ സമുദ്രദേവനായ പൊസൈഡനിന്റെ പേരാണ് അണ്ടർ വാട്ടർ ഡ്രോണിന് നൽകിയിരിക്കുന്നത്. അണ്ടർ വാട്ടർ ഡ്രോണിന് ശത്രുക്കളുടെ റഡാറുകളെ കബളിപ്പിക്കാൻ സാധിക്കും. ഡ്രോണിന്റെ പരീക്ഷണ വിജയത്തെക്കുറിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെയാണ് പ്രഖ്യാപിച്ചത്. യുക്രൈൻ യുദ്ധത്തിൽ പങ്കെടുത്ത് പരിക്കേറ്റ സൈനികരുമായി പുടിൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോഴാണ് പുടിൻ അണ്ടർ വാട്ടർ ഡ്രോൺ പരീക്ഷിച്ചതായി പ്രഖ്യാപിച്ചത്. പൊസൈഡൻ ഡ്രോണിന്റെ പരീക്ഷണം ചൊവ്വാഴ്ച നടത്തി. പരീക്ഷണം വലിയ വിജയമായിരുന്നു. ഒരു അന്തർവാഹിനിയിൽ നിന്നാണ് ഡ്രോൺ തൊടുത്തത്. പൊസൈഡൻ ഡ്രോണിന് തുല്യരില്ല, ഡ്രോണിനെ തടയാനും കഴിയില്ല, പുടിൻ പറഞ്ഞു. അന്തർവാഹിനികളിലെ റിയാക്ടറുമായി താരതമ്യം ചെയ്യുമ്പോൾ പൊസൈഡന് ഇന്ധനം പകരുന്ന ആണവ റിയാക്ടർ 100 ഇരട്ടി ചെറുതാണ്. എന്നാൽ അവയുടെ ആണവ പോർമുനയുടെ കരുത്ത് സർമത് ഭൂഖണ്ഡാന്തര ആണവ മിസൈലുകളേക്കാൾ കൂടുതലാണെന്നും പുടിൻ പറഞ്ഞു. 2018 രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയാണ് ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അണ്ടർ വാട്ടർ ഡ്രോണിനെ കുറിച്ച് പുടിൻ ആദ്യമായി പരാമർശിച്ചത്. തീരപ്രദേശങ്ങൾക്ക് സമീപത്ത് വെച്ച് പൊട്ടിത്തെറിക്കാനും റേഡിയോ ആക്റ്റീവ് സുനാമികളെ സൃഷ്ടിക്കാനും ശേഷിയുള്ള വിധത്തിലാണ് ആണവ പോർമുനയോടെ പൊസൈഡനെ നിർമ്മിച്ചിരിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അതിനിടെ ആണവ എഞ്ചിനുള്ള ബൊറേവെസ്നിക് ക്രൂസ് മിസൈൽ റഷ്യൻ സൈന്യം വിജയകരമായി പരീക്ഷിച്ചെന്ന് റഷ്യൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ലോകത്തെ അറിയിച്ചിരുന്നു. നിരവധി പ്രത്യേകതകൾ ഈ ആയുധത്തിനുണ്ട്. എത്ര ദൂരത്തേക്കും ചെല്ലാൻ കഴിയും ഈ മിസൈലിന്. പരീക്ഷണത്തിനിടെ 15 മണിക്കൂർ തുടർച്ചയായി സഞ്ചരിച്ച മിസൈൽ 14,000 കിലോമീറ്റർ വിജയകരമായി പിന്നിട്ടെന്നും റഷ്യ അറിയിച്ചു. ഈ മാസം 21-നായിരുന്നു പരീക്ഷണം. നയനം 730 എന്ന കോഡിലാണ് റഷ്യൻ സേന മിസൈലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് ക്രൂസ് മിസൈലുകളെ അപേക്ഷിച്ച് ഇതിൽ ചെറിയ ആണവ റിയാക്ടർ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനാൽ മിസൈലിന് ഏറെ ദൂരം പോകാനുള്ള ശേഷി ലഭിക്കും. മിസൈലിനുള്ളിലെ ആണവ റിയാക്ടർ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജം ഉപയോഗിച്ച് ടർബൈനുകൾ കറങ്ങും. ഈ ടർബൈനുകൾ അന്തരീക്ഷത്തിൽ നിന്ന് കൂടുതൽ വായു വലിച്ചെടുക്കുകയും പുറത്തേക്ക് അതിശക്തമായി തള്ളുകയും ചെയ്യും. ഈ സംവിധാനം മിസൈലിന് ഇന്ധനം ഉപയോഗിച്ചുള്ള പ്രൊപ്പൽഷൻ സംവിധാനത്തിൽ നിന്ന് ലഭിക്കുന്നതിന് പുറമെയുള്ള അധിക തള്ളൽ നൽകും. ഇതിലൂടെ മിസൈലിന് കുറഞ്ഞ ഇന്ധനം ഉപയോഗിച്ച് വളരെ ദൂരം സഞ്ചരിക്കാൻ കഴിയും. പരമ്പരാഗത പോർമുനകൾക്കൊപ്പം ആണവ പോർമുനകളും വഹിക്കാൻ ശേഷിയുള്ളതാണ് ബൊറേവെസ്നിക്. ലോകത്തെവിടെയും റഷ്യയ്ക്ക് ഈ മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്താനാകും. മറ്റ് രാജ്യങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ താഴ്ന്ന സഞ്ചാരപാത തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇതാണ് ഈ മിസൈലിനെ ഏറ്റവും അപകടകാരിയാക്കുന്നത്. സൈനിക യൂണിഫോം ധരിച്ച് സൈന്യത്തിലെ ഉന്നതോദ്യോഗസ്ഥർക്കൊപ്പമാണ് പുടിൻ ക്യാമറയ്ക്ക് മുന്നിലെത്തി നേരിട്ട് ഈ വിവരം പ്രഖ്യാപിച്ചത്. പറക്കുന്ന ചെറിയ ചെർണോബിൽ എന്നാണ് ഈ മിസൈലിനെ ഒരു പ്രതിരോധ വിദഗ്ധൻ വിശേഷിപ്പിച്ചത്. നാറ്റോ ഇതിനെ സ്കൈഫോൾ എന്നാണ് വിളിക്കുന്നത്. റഷ്യൻ ഭാഷയിൽ ബൊറേവെസ്നിക് എന്നാൽ കൊടുങ്കാറ്റിന് മുന്നേ പറക്കുന്ന ചെറുപക്ഷി എന്നാണ് അർത്ഥം. അമേരിക്കയെ സംരക്ഷിക്കുന്ന ഗോൾഡൻ ഡോം പോലുള്ള ഏറ്റവും ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളെപ്പോലും ഇത് മറികടക്കുമെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്.